BJPയുടെ നിലവിലുള്ളൊരു കൗൺസിലർ ആദ്യം ആത്മഹത്യ. അതിനുശേഷം തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ആനന്ദൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പറയുന്ന കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിനേക്കാൾ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് ഒരു മണൽ മാഫിയക്കാരന് സീറ്റ് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രയാസപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു നെടുമങ്ങാട് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് അവസാനം മാറ്റിയ ഒരു യുവതിയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആശുപത്രിയിലാണ്. BJPയിൽ ഇപ്പോൾ ഒരു കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുക. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. കാരണം സാധാരണ ആൾക്കാരൊക്കെ ഒരു പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോകാറുണ്ട്. ഇത് അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടാവാൻ കാരണം അവർക്ക് ആ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ പാർട്ടിയുടെ വഴിവഴച്ച പോക്കിൽ ദുഃഖമുണ്ട്. ഇപ്പോൾ അവർക്ക് നേരിടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പറയാൻ ആരുമില്ല. ഒരാളോടും പരാതി പറയാൻ വയ്യ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത വിളിച്ചിട്ട് അവർ വിളിക്കും. പിന്നെ അവർക്ക് വേറെ മാർഗമില്ല. അത് പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.